അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖമാണ്. പിന്നെ ഉപ്പ് ഓക്കെ ആയി വരണുണ്ട്. എന്നാലും വേദന നല്ല കുറവില്ല. സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ. അൽഹംദുലില്ലാ മക്കളൊക്കെ റാഹത്തായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ബാങ്കിൽ പോകാനുള്ള ഒരുക്കം. ഞാനും ഉമ്മയും സഹോദരനും. പിന്നെ പെട്ടെന്ന് വരാം, ഇവിടെ അടുത്താണ്. സഹോദരൻ്റെ കൂടെ വണ്ടിയിൽ പോവും. പിന്നെ അനിയൻ വരണുണ്ട് കേട്ടാ. ഇൻഷാ അല്ലാ അവരെയൊക്കെ വീഡിയോസിലൂടെ കാണിക്കാം. പിന്നെ സഫീന ബീവിത്ത വന്നതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സഫീന ബീവിത്ത ഒറ്റയ്ക്കൊരു തീരുമാനത്തിൽ വന്നതല്ല, ആരോ പറഞ്ഞു വെച്ചിട്ട് വന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ വീഡിയോസിലൂടെ, നിങ്ങൾക്കെല്ലാം എന്നെ വീഡിയോസിലൂടെയാണ് അറിയാവുന്നത്. അതേപോലെ സഫീന ബീവിത്തായും എനിക്ക് വീഡിയോസിലൂടെയാണ് അറിയാവുന്നത്. അല്ലാതെ ഇവരിങ്ങനെ ഒരു ക്യാരക്ടറുള്ള ആളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ്, ഇങ്ങനെയുള്ള ഒരാളാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിയില്ല. എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരൊറ്റ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ: നീ ചാരിറ്റി വീഡിയോ ചെയ്യരുത്. ഒരൊറ്റ കാര്യം. എൻ്റെ പേഴ്സണലി ഉള്ള എൻ്റെ മൊബൈൽ വരെ ഇത്താൻ്റെ കൈകാര്യം ചെയ്യാൻ കൊടുത്ത്. പക്ഷേ എന്നെ സത്യം പറഞ്ഞാൽ അലക്കാനായിട്ടാണ് ഇത്ത വന്ന് നമ്മുടെ അവസ്ഥ കണ്ടപ്പം അങ്ങനെ അല്ല. എന്നെ കാറ് കയറ്റിയിരുത്തി എൻ്റെ വീടിൻ്റെ ഇത്താൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നജീല നീ വീഡിയോ പിടിക്കൂ. വീട്ടിനകത്ത് കയറി ഞാൻ വീഡിയോ പിടിച്ചു കൊടുത്തു. സന്തോഷമായിട്ട് മടങ്ങി. എൻ്റെ മോനിക്ക് ചെറിയൊരു വിഹിതവും കൊടുത്ത്. പൊടിയായതുകൊണ്ട് അവർക്ക് പൈസ കൊടുത്താൽ ചാടി ഇങ്ങ് മേടിക്കാനേ അറിയാവും. അങ്ങനെ ഓരോ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടുഗദർ ലൈവിലോട്ട് വിളിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം എല്ലാവരും ഓരോരുത്തർ പറഞ്ഞ അറിവേ ഉള്ളൂ. പക്ഷേ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ചിലർ വൈകിപ്പോകും. ചിലപ്പോൾ ഞാൻ മരണപ്പെടുമ്പോഴായിരിക്കും നിങ്ങൾ പറയുന്നത് അവളിൽ സത്യമുണ്ടായിരുന്നു എന്ന്. ആ 5 കുട്ടികളുള്ള ഒരൊറ്റ കാര്യം പറയണില്ലേ, ഈ 5 മക്കളെ ക്ഷയരോഗം കണ്ട് പ്രസവം നിർത്താൻ പറ്റിയില്ല. ഞാൻ അവിടെ 100 രൂപയും കൊണ്ടാണ് പോകുന്നത്. ഈ മക്കളെ അവസ്ഥ എന്താണോ എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. ഞാൻ ഈ 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു നാളെ എന്തെങ്കിലും ഒന്ന് ചോറ് മാത്രം വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 5 മക്കളെ നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വല്ലാത്തൊരവസ്ഥയാണ്. 3 മാസം കൊണ്ട് ആണിനെ പ്രസവം നിർത്തിയതാണ്, പെണ്ണിനെ നിർത്താൻ പറ്റൂല, എനിക്ക് മരണപ്പെട്ടു പോകും. അപ്പോഴെനിക്ക് ഞാൻ അതിന് അമിത എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് വീഡിയോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവർക്ക്, അന്ന് ഞാൻ വാടക വീടാണ്, മാസം 6-5 ആയി. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു 50 രൂപ ചലഞ്ച്. 50 ആകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 50 രൂപ ചലഞ്ച് ഇട്ടാൽ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അവരെ ഫോൺ മൊത്തത്തിൽ കട്ടായി കിടക്കണ, ജീപേ ഇല്ല. 50 രൂപയ്ക്ക് വേണ്ടി ആരും പോകില്ലല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടു. അവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങ് വന്നുടനെ തന്നെ അപ്ലോഡിങ് കൊടുത്ത് വീഡിയോ ഇട്ടു. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ 50 രൂപ വന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ ഇഷാ നിസ്കരിച്ചിട്ടിരിക്കുകയാണ്. സർവർ ഇഷ്യൂ ആയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂല ഫോൺ. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, എടീ പൈസ അയക്കാൻ പറ്റുന്നില്ല, പൈസ അയക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്ത് ഇനി ആരും അയക്കണ്ട, കാരണം എനിക്ക് പിറ്റേന്ന് വാടക വീട്ടിൽ പോകണം, മക്കളെ സ്കൂള് മദ്രസ കാര്യങ്ങളെല്ലാം. അതനുസരിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടു ചെന്ന് 1000 രൂപയും അതിനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് ആ ഒരു പൈസയ്ക്കാണ് സ്വർണം മേടിച്ചത് എന്നിട്ടൊരു ധാരണ ഉണ്ടാക്കി. പിന്നെ വീടൊക്കെ താമസമായതിന് ശേഷമാണ് അവരെ ഒരു വിഹിത സാമ്പത്തികം എന്നൊരു വിഹിതം അയച്ചു എന്നിട്ടാണ് കുട്ടിക്ക് ഇത് വാങ്ങിയത്. ഈ ഒരു കാര്യം അതിനൊക്കെ എന്തെല്ലാം പറഞ്ഞു പരത്തി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയും ചാരിറ്റി ചെയ്തിട്ടുണ്ട്. മറ്റേതെല്ലാം അവരെ കൊണ്ട്. പിന്നെ നമ്മളെ മല്ലിക ചേച്ചി അതിൻ്റെ അവസ്ഥ, അത് 9,000 സംതിങ്ങോ എത്രയോ കറക്റ്റ് ഓർമ്മയില്ല, പിരിഞ്ഞ് ബാക്കി പൈസ അവരെയും കൊടുത്ത് ഡ്രസ്സും ഫുഡും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്ത്. ഇപ്പം അവരെ അറിവ് കിട്ടിയിരിക്കണേന്ന് വെച്ചാൽ അവർക്ക് വീടായി, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. മോൻ ജോലിക്ക് പോകുന്നുണ്ട്, 4 മക്കളങ്ങാണ്ടാണ്. ഈ അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് യാതൊരു ടച്ചിങ് നമുക്ക് ഉണ്ടാവേണ്ടതല്ല. പിന്നെ ഈ 5 മക്കളുള്ളതല്ലേ, അത് ഇന്നും ഇന്നലെയുള്ള പരിചയമല്ല കേട്ടോ. അത് ഒരു നൈറ്റ് കച്ചവടം തുടങ്ങിയപ്പോഴേ ഉള്ള പരിചയമാണ്. കാരണം എന്ന് വെച്ചാൽ ആ ലാസ്റ്റത്തെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഞാൻ നൈറ്റിയും കൊണ്ട് അവിടെ പോകുന്നത്. അപ്പോഴാ നൈറ്റി കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഡ്രസ്സില്ല. അപ്പോൾ ഞാനിതെല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ആഴ്ചയിലുള്ള പിരിവായിരുന്നു 100 രൂപ. ആദ്യം ഇറങ്ങി ഞാൻ പണിയാണത്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് തരാൻ നിവർത്തിയില്ലാതെ എൻ്റെ മുമ്പ് കരഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി ആ പൈസ വേണ്ട, നീ എനിക്ക് വീടാവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോവാതെ നിൽക്കുന്നത് ഉപ്പാൻ്റെ സർജറി കാര്യങ്ങൾ. ഇപ്പോൾ അവർക്ക് ജോലിയൊക്കെ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് വിളിക്കും.
കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇപ്പോൾ ആൾക്ക് പണിയൊക്കെ ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് ബാഗും കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻഷാ അല്ലാ അവർക്ക് ബുക്ക്, പെൻസില് കാര്യങ്ങൾ അവരാവശ്യം എന്താണെന്ന് തിരക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ദയവ് ചെയ്തിട്ട് പറയണേ, എൻ്റെ വീടിന് വേണ്ടി അൽഹംദുലില്ലാ എനിക്ക് നല്ല ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ഭക്ഷണത്തിന് സഹായിച്ചിട്ടുണ്ട്, വസ്ത്രത്തിന് സഹായിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ അൽഹംദുലില്ലാ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം എന്നിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മക്കളിലൂടെ നിങ്ങൾക്ക് കിട്ടും. അൽഹംദുലില്ലാ അങ്ങനെയുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ആരെയൊന്നും ഒന്നും പറ്റിച്ചിട്ട് എടുത്തിട്ടില്ല. ഞാൻ ആ ഒരു 2 കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റുള്ളതെല്ലാം അവരൊരു അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടാണ് ചെയ്തത്. പിന്നെ ഒരുപാട് മറ്റേ നമ്മളെ കൊല്ലത്തുള്ള 5 ഇത് മറ്റേ മക്കൾ ഉപേക്ഷിച്ച് പോയില്ലേ, അവരെന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു ഉമ്മ ഇല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എനിക്ക് വരുമാനം ഇപ്പോൾ മാസം ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ ജോലിയും ഇല്ല. അപ്പോഴും എനിക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത മാസം എന്തായാലും യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം. കാരണം ഞാൻ ഇനിയിപ്പോൾ എന്ത് സത്യം പറഞ്ഞാലും ഇതിനെ കള്ളമായിട്ട് തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മൾ ചാരിറ്റിയിലോട്ടും ഇറങ്ങുമ്പം ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമുക്ക് അൻഷ വേൾഡിനടുത്ത് തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡിങ് കൊടുത്താൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഓണാക്കി തരുമെങ്കിൽ യൂട്യൂബിന് പ്രശ്നമില്ല. ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ കുട്ടികളെയൊക്കെ ഇടുമ്പോൾ റിമൂവ് ആക്കും. ഡ്രസ്സിൻ്റെത് ഒക്കെ ഇടുമ്പോഴല്ലേ, നമ്മൾ കുട്ടികൾ ഈ ഡ്രസ്സില്ലാതെയൊക്കെ ഇടുന്ന വീഡിയോ ഇല്ലേ, അതൊക്കെ റിമൂവ് ആക്കും. പിന്നെ കരച്ചിൽ, ഓവർ കരച്ചിൽ, അതൊക്കെ നമുക്ക് യൂട്യൂബ് വാർണിംഗ് തരും. അപ്പോൾ പിന്നെ പാട്ടിട്ടിട്ട് കോപ്പിറൈറ്റ് കയറും. കുറേ നിയമങ്ങളുണ്ട്. നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നത് എന്താണ്, വെറുതെ ഇട്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു കഷ്ടപ്പാടാണ്. ഞാൻ വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എത്തിക്കൂടെ ആവട്ടെ, അൽഹംദുലില്ലാ എത്തിക്കൂടെ ആവട്ടെ. അപ്പോഴും നിങ്ങൾ എന്നെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്താലേ. എനിക്ക് ചാരിറ്റി ഒന്നും ചെയ്യുന്നില്ല. സഫീനാത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ്, നിന്നെ കൊണ്ട് ഒക്കൂല മോളെ ചാരിറ്റി ചെയ്താൽ പിടിച്ച് നിൽക്കാൻ, എന്നെക്കൊണ്ട് പറ്റൂല. സത്യമാണ്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് ചേഞ്ച് ആയതാണ്. കാരണം കരഞ്ഞ് ഈ കണ്ണീര് മൊത്തവും കരഞ്ഞ് എല്ലാവരും പറഞ്ഞു, നീ ഇനി ബോൾഡ് ആവണം, കുട്ടികൾക്ക് നീ ഇനി എല്ലാ കാര്യത്തിനും വാപ്പയ്ക്കും ഉമ്മയ്ക്കും പകരം നീയാണ് ഇറങ്ങേണ്ടിയുള്ളത്. പിന്നെ ഞാൻ വേറെ ഒന്നിലോട്ടും ഒരു അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയല്ല. എന്ന് വെച്ചാൽ മക്കൾ ഉള്ള സമയം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, കറങ്ങാൻ പോകാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പിന്നെ നിവർത്തി ഇടുമ്പോൾ ഈ ബാങ്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ പോകേണ്ടുന്ന കാര്യത്തിന് നമുക്ക് പോയി. പിന്നെ ബന്ധുക്കളെ വീട്ടിൽ അല്ല, എനിക്ക് എൻ്റേതായ ഒരു ശരിയും എൻ്റേതായ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ഓവർ പാട്ട് കേൾക്കും, അത് ഇസ്ലാമിക്കുള്ള പാട്ട്, പിന്നെ പ്രസംഗം, ഓരോ ഗ്രൂപ്പുകൾ, ദുആക്കൾ, ഇങ്ങനെയൊക്കെ കേൾക്കും ഒറ്റയ്ക്കിരിക്കുമ്പോൾ. അല്ലാണ്ട് ഇതിനകത്ത് സഫീനത്തെ പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ പാലിക്കുന്നുണ്ട്. എന്താണ്, ഇനി ചാരിറ്റി വീഡിയോ ചെയ്യില്ല എന്ന്. എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ ചെയ്തു കൊടുക്കും. അതേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഉപ്പാൻ്റെ സർജറിയും ഉമ്മാക്കും റബ്ബർ വെട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അനിയ ഇപ്പോൾ വരാൻ പോണ്. അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് 2 ഇക്കാമാരല്ല കേട്ടോ, എനിക്ക് അനിയനും മൂത്തത് കാക്കച്ചിയാണ്. ഇത് ഇവിടെ കൂലിപ്പണി എന്നെ ഗൾഫിൽ നിന്ന് സഹായിക്കുന്നവരാണ് ഇക്കാമാർ. കാരണം അവരെ കാക്ക എന്നിങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മലപ്പുറമൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ അവരൊക്കെ ഇക്കാന്നാണ് വിളിക്കുന്നത്. എപ്പോഴും മക്കളെയൊക്കെ വിളിച്ച് സുഖകരമൊക്കെ അന്വേഷിക്കും. അവരൊക്കെ ഒരുപാട് പേര്. പിന്നെ വേറെ 2-3 സുഹൃത്തുക്കൾ, അതായത് ഇത്താമാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ മക്കളെ കാണുമ്പം ഒരു ഒറ്റയ്ക്ക് തുഴയുമ്പം നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞുതരാൻ നമുക്ക് ആരും കാണില്ല. നിങ്ങളെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അന്നത്തെ വീഡിയോ അത്രയ്ക്ക് സഹിയായിട്ടിട്ടാണ് ഇട്ടത്. അപ്പോൾ സഫീനത്ത എന്നെ കുരുക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് സഫീനത്താൻ്റെ അടുത്ത്. അപ്പോൾ ഈ കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ അടുത്താണ്, 28 മൈൽ കഴിഞ്ഞിട്ടാണ്, പറവുന്നിലാണ് അവരെ വീട്. അപ്പോൾ അവർ കോട്ടയത്താണ് താമസിക്കുന്നത്, അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാ എനിക്ക് വേണ്ടിയാണ് വർക്കല റിസോർട്ടിൽ റൂമൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നതും അന്വേഷിച്ചതും എല്ലാം. ഒരുപാട് പേരെടുത്ത് അന്വേഷിച്ച് ഞാൻ കടയിലൊക്കെ ഇറങ്ങിയപ്പോൾ അറിഞ്ഞായിരുന്നു. എൻ്റെ യൂട്യൂബ് ഏണിങ്സ് അവർ വിചാരിച്ച രീതിയിലുള്ള ഏണിങ്സ് അല്ല. ഞാൻ എൻ്റെ ഫോൺ എന്നെ കാണിച്ചു കൊടുത്ത് എനിക്ക് കള്ളം പറഞ്ഞിട്ട് നിൽക്കാനോ. കാരണം വെച്ചാൽ ഞാനൊരു കൂലിപ്പണിക്കാരൻ്റെ ഒരു മകളാണ്. അപ്പോൾ എനിക്ക് ഓവർ പണം വേണ്ട, ഓവർ സമ്പാദ്യം വേണ്ട. അൽഹംദുലില്ലാ ഉള്ളത് റാഹത്തായിട്ട് കഴിയണം. അതാണ് നമ്മളെ വാപ്പയും ഉമ്മയും പഠിച്ചത്. ആരെങ്കിലും എൻ്റെ മുമ്പ് ഒന്ന് കൈ കരഞ്ഞിട്ട് എൻ്റെ മുമ്പ് കൈ നീട്ടിയാൽ ഓക്കെ. പിന്നെ എനിക്ക് ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണവർ കുറേ പേര് ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. കാരണം ഞാൻ അത്രയ്ക്കുള്ളൊരു അവസ്ഥയിൽ നിന്ന് വന്ന ആളാണ്. ഇപ്പോഴും അൽഹംദുലില്ലാ വീടായി, വസ്ത്രത്തിനുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, പട്ടിണിയല്ല, എല്ലാം അംഗീകരിക്കുന്നുണ്ട്.
പിന്നെ എൻ്റെ കുട്ടികൾക്ക് കിട്ടിയത് അവരിരിക്കട്ടെ, പിൽക്കാലത്ത് അവർക്ക് പഠിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകരിക്കട്ടെ. ഇത്രയൊക്കെയാണ്. അപ്പോൾ സെഫീന ഇത്ത എനിക്കൊരു ഭീഷണിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ അറിയില്ല കേട്ടോ എന്താണെന്ന്. പക്ഷേ എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. ഇത്ത വന്നപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടേന്ന. അപ്പം ഞാനും പറഞ്ഞു ഇത്ത ഇതൊക്കെ എനിക്ക് ആരെങ്കിലും തരുന്ന ഡ്രസ്സാണ്. എൻ്റെ മക്കളെ 3 പേരെയും നോക്കി കുറേ നേരം നിന്ന്. മക്കളങ്ങനെയാണ്. കാരണം ഈ ക്യാമറയിൽ വരുന്ന കണക്കല്ല മക്കളവസ്ഥകൾ. പൊട്ടി മക്കളാണ്. അപ്പോൾ ഈ മക്കളെ വളർത്തിയെടുക്കാൻ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കൊണ്ട് വളർച്ചയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നാളെ ഞാൻ ഉയർച്ചയിലെത്തിയാൽ അൽഹംദുലില്ലാ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഉണ്ടെങ്കിൽ 10 വിഹിതം കൊടുക്കാനോ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആ കുട്ടികളെ പോയി കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്തൊരു കുട്ടിക്ക് പനി പൊള്ളൽ ഒക്കെയാണെന്ന് ഞാനിങ്ങനെ അറിഞ്ഞ്. ഇപ്പം അൽഹംദുലില്ലാ അവർ ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കൊടുക്കണമെങ്കിൽ അവർക്കാണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.